ഹലോ മക്കളെ, നമ്മൾ ഇന്നൊരു ക്ലാസ് അല്ല ഇടുന്നത്. അതിന് പകരം നിങ്ങൾ ഒരു PSC എക്സാമിന് പോകുമ്പോൾ ഏതെല്ലാം SCRT ചാപ്റ്റേഴ്സ് പഠിച്ചിരിക്കണം എന്ന് ജസ്റ്റ് നിങ്ങളോടൊന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഒരുപാട് നാളായി ഇങ്ങനെ പലരും റിക്വസ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ SCRT ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഓരോ സിലബസിനനുസരിച്ചും ഈ ചാപ്റ്റേഴ്സിന് വ്യത്യാസം ഉണ്ടാവും. പ്രത്യേകിച്ച് LP UP ഒക്കെ സിലബസിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അവർക്ക് ഇത് മാത്രമല്ല, ഇതിന് പുറത്തും പല ചാപ്റ്റേഴ്സും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ വരുന്ന പ്രിലിംസ് എക്സാമുകൾ, അതുപോലെ LDC എക്സാമുകൾ, അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ഇതിനൊക്കെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, SCRTയിൽ നിന്നും ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് എഴുതിയെടുക്കുകയോ ചെയ്യുക. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ എക്സാം ഏതാണോ, നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കണം. അത് ഏത് എക്സാം ആണെങ്കിലും നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ നിങ്ങൾ കാറ്റഗറി നമ്പർ അടിച്ചു കൊടുത്താൽ മതി. ഇനി കാറ്റഗറി നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ LDCക്ക് ആണെങ്കിൽ LDC 2024 സിലബസ് എന്ന് കൊടുത്താൽ മതി. അല്ല LGS ആണെങ്കിൽ LGS 2024 സിലബസ് എന്നോ, അല്ല LP UP ആണെങ്കിൽ LP UP എന്നോ, LSGS ആണെങ്കിൽ LSGS 2024 സിലബസ് എന്നോ എന്തായാലും കൊടുത്താൽ മതി. നിങ്ങൾക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതൊരു കോപ്പി പ്രിന്റ് എടുത്ത് വെക്കണം. എന്നിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്കുകൾ അതിൽ മാർക്ക് ചെയ്ത് പോകണം. എങ്കിൽ മാത്രമേ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു, ഇനി എന്തെല്ലാം പഠിക്കാനുണ്ടെന്നുള്ളൊരു കൃത്യമായ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതിനനുസരിച്ച് മാത്രമേ നിങ്ങളുടെ പഠിപ്പ് എന്ത് ചെയ്യണം, സ്പീഡാക്കി കൊണ്ടുപോകണം മുന്നോട്ട്. LP UPക്കാരുടെ സിലബസ് ഞാൻ ഇടാത്തത് കൊണ്ട് അവരെ ഒഴിവാക്കാണെന്നല്ല അർത്ഥം. പക്ഷെ ഞാൻ നോക്കുമ്പോൾ LP UPയിലെ പല കാര്യങ്ങളും എനിക്ക് ആ സിലബസിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുത്തുതരാൻ അറിയാത്തതാണ്. പ്രത്യേകിച്ച് സൈക്കോളജി പോലുള്ള വിഷയങ്ങളൊന്നും എനിക്ക് അറിയില്ല എടുത്തുതരാൻ. അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഒരു പാർഷ്യാലിറ്റി കാണിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് എടുത്തു തരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എനിക്കത് അറിയാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. എന്നാലും എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം തന്നെ ഞാൻ ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇന്ന് ക്ലാസ് ഇടാത്തതിൽ ആരും പരിഭവം വിചാരിക്കരുത്. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് വേണ്ടി തന്നെ ക്ലാസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് PSC എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് SCRT ചാപ്റ്റേഴ്സിലെ ഈ ബോക്സുകൾ ഉണ്ടല്ലോ. നമുക്ക് എക്സാമിന് നമ്മൾ സാധാരണ പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മളോട് ടീച്ചേഴ്സ് പറയാറില്ലേ, നിങ്ങൾ ആ ബോക്സുകൾ, ടെക്സ്റ്റ് ബുക്കിലെ ബോക്സുകൾ നന്നായി പഠിക്കാൻ പറയാറില്ലേ. അത് തന്നെയാണ് PSC എക്സാമിനുകൾക്കും ഈ ബോക്സുകളിൽ നിന്ന് ചോദ്യങ്ങൾ സ്ഥിരം വരാറുണ്ട്. അപ്പം അതുകൊണ്ട് ഈ SCRT ബുക്കുകളിലെ ഈ ബോക്സുകൾ ഉണ്ടല്ലോ, നമുക്ക് പഠിക്കാൻ വേണ്ടി പ്രത്യേകം ബോക്സുകളിൽ തന്നിരിക്കുന്ന എല്ലാ വിവരങ്ങളും ഒറ്റ ക്ലാസ്സിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചവത്സര പദ്ധതികൾ ഒഴികെ, പഞ്ചവത്സര പദ്ധതികൾ നമുക്ക് കോഡിലൂടെ നമുക്ക് സിമ്പിളായി പഠിക്കാൻ പറ്റാവുന്നുള്ളൂ. അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യും. ഇത് പഞ്ചവത്സര പദ്ധതികൾ ഒഴികെ ബാക്കി എന്തൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് എക്കണോമിക്സിൽ നിന്ന് ചോദിക്കാന്നുള്ളത് ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും കൂടിയാണ്. അതുകൊണ്ടാണ് ഇന്ന് ക്ലാസ് ഇടാൻ സാധിക്കാത്തത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഈ വീഡിയോ സേവ് ചെയ്യുക, അല്ലാതെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ എഴുതിയെടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്താണ്. നന്ദി.